നമസ്കാരം. നമുക്ക് ഇന്ന് ഒരു പ്രത്യേക അതിഥി നമ്മളോടൊപ്പം ഉണ്ട്. SSC RRB എൻട്രിയുടെ SSC RRB വിങ്ങിൽ കഴിഞ്ഞ SSC GD എക്സ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് പാസ്സായി BSFൽ പോസ്റ്റിംഗ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ശ്രേയസ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ശ്രേയസിനുമായി ബന്ധപ്പെട്ട് ശ്രേയസിന് ഈ പഠിക്കുന്ന സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മുന്നോട്ട് പോകുന്ന യാത്രയിൽ എൻട്രി എത്രത്തോളം ഗുണപ്രദമായി, എൻട്രിയോടൊപ്പമുള്ള നിമിഷങ്ങൾ എൻട്രിയുമായിട്ട് ശ്രേയസ് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ശ്രേയസിൽ നിന്ന് കേൾക്കാം. വെൽക്കം ശ്രേയസ്. എത്ര വർഷമായി എൻട്രി? ഞാൻ ഒരു വർഷത്തിന് മേലെ. എപ്പോഴാണ് കോമ്പറ്റേറ്റീവ് എക്സാമിലേക്കൊക്കെ വരുന്നത്? ഞാൻ 2023 ലാസ്റ്റിലേക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിലാണ്. ഓക്കെ. ചെറിയ കാലം മുതൽ തന്നെ പഠിക്കുന്ന ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു യൂണിഫോം പോസ്റ്റിലേക്കാണ് എപ്പോഴും തുടക്കം തൊട്ട് താല്പര്യം അല്ലേ? എപ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്നുള്ള രീതിയിലേക്ക് മനസ്സിലേക്ക് ആകർഷണം വന്നത്? സെൻട്രൽ ഗവൺമെൻറ് CPO പ്രിപ്പയർ ചെയ്യുന്നതിനോട് ഒപ്പമായിരുന്നു. പിന്നെ കേരള PSC CPO പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് കിട്ടാതായപ്പോൾ പിന്നെ GD നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇതിലേക്ക്. ഓക്കെ. അപ്പോൾ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അങ്ങനെ ഫ്രണ്ട്സോ ആരെങ്കിലും പറഞ്ഞിരുന്നു അങ്ങനെ ഇതിലേക്ക് വന്നിട്ടുണ്ട്, SSC GD വിളിച്ചിട്ടുണ്ട്, ആരായിരുന്നു പറഞ്ഞിരുന്നു? ഇല്ല, എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബ് വഴി എൻട്രിയുടെ യൂട്യൂബ് വഴിയാണ് GD കോൺസ്റ്റബിൾ റിസൾട്ട് വന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായത് എൻട്രിയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ്. ഓക്കെ. അപ്പോൾ എൻട്രി ഈ പറയുന്ന കോഴ്സിലേക്ക് തുടക്കം മുതലേ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു? അതെ. ഓക്കെ. ഫിസിക്കലൊക്കെ എങ്ങനെ ചെയ്തു? അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുമോ? അല്ല, ഫിസിക്കലി മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട്, സിന്തറ്റിക് ഗ്രൗണ്ട് ഉണ്ട് കോഴിക്കോട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിനൊപ്പം വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു? വർക്ക് ചെയ്ത് പിന്നെ റിസൈൻ ചെയ്തു. തുടക്കത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ശ്രേയസ്. പിന്നീട് അതിന് ശേഷം ഈ പറയുന്ന ഫുൾ ടൈം ഈ പറയുന്ന സെൻട്രൽ സ്വപ്നമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ജോലി എന്നുള്ള രീതിയിലുള്ള സ്വപ്നത്തിലേക്ക് ജോബ് റിസൈൻ ചെയ്തിട്ടാണ്, അത്രയും ഈ പറയുന്ന റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ജോലിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ തുടക്കം എങ്ങനെയാണ് എൻട്രിയിലേക്ക് വന്നത്? എൻട്രിയിലേക്ക് യൂട്യൂബ് ക്ലാസ് വഴി കണ്ടിട്ടാണ് കണ്ടിട്ടുണ്ടല്ലേ? സബി സാറിൻ്റെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ അതിന് മുമ്പ് PSC ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു? എൻട്രിയുടെ PSC തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. CPOയിൽ വന്നു, അത് കിട്ടിയില്ല. പിന്നീട് അതിന് ശേഷം സെൻട്രൽ ഗവൺമെന്റിലേക്ക് വന്നു. അപ്പോൾ എൻട്രിയുടെ ഗോൾഡ് ബാച്ച് തുടക്കം തൊട്ട് ഇത് GDക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു? ഓക്കെ. അപ്പോൾ ആരുടെ ക്ലാസ്സിലായിരുന്നു? ശ്യാം സാറിൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ എങ്ങനെ ക്ലാസ്സുകൾ ഫുൾ ടൈം ഒരു മെൻറ്റർ? ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ ശ്രേയസ് വർക്കിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരത്താണ് വീട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ റൂമെത്തിയിട്ട് പിന്നെ ഈ പറയുന്ന രീതിക്ക് പ്രിപ്പയർ ചെയ്ത് അല്ലേ? വർക്ക് ചെയ്യുന്നത് മൈസൂരിൽ നിന്നല്ലേ പറഞ്ഞു? അപ്പോൾ മൈസൂരിൽ വർക്ക് ചെയ്തതിന് ശേഷം റൂം എത്തിയതിന് ശേഷമാണ് രാത്രി എൻട്രി ആപ്പിലൂടെ പഠിച്ചത്? അല്ല, ജോബ് റിസൈൻ ചെയ്തതിന് ശേഷം പിന്നെയും പഠിച്ചു, ഫുൾ ടൈം ആയിട്ട് പഠിച്ചു. ഓക്കെ. അപ്പോൾ ഒരു മെൻറ്റർ സപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു? അതെ, കിട്ടിയിട്ടുണ്ട്. ശ്യാം സാർ നല്ല സപ്പോർട്ടായിരുന്നു. തുടക്കം മുതലേ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ മെൻറ്റർ സപ്പോർട്ടോട് കൂടി കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് മുന്നോട്ട് ഏത് സമയത്തും സാർ മെൻറ്റർ അവൈലബിൾ ആയിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം ക്ലിയർ ചെയ്തു അല്ലേ? ഓക്കെ. അപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതൊക്കെയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു? ക്വാണ്ടിറ്റേറ്റീവ് ഏത് മാത്സ് പ്രശ്നം ഉണ്ടായിരുന്നു? വീക്കായിരുന്നു? ഏതൊക്കെയാണ്? മാത്സ് ഭയങ്കര വീക്കായിരുന്നു. അതുപോലെ ഇംഗ്ലീഷ് ഭയങ്കര വീക്കായിരുന്നു. അതല്ലേ? പിന്നെ GK എനിക്ക് PSC നോക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഒരു അറിവ് ഉണ്ടായിരുന്നു. പേപ്പർ വായിക്കായിരുന്നു ഡെയിലി? പേപ്പർ ഞാൻ ഡെയിലി വായിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉദ്യോഗാർത്ഥികൾ എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് പേപ്പർ വായിക്കുക എന്നുള്ളതാണ്. പേപ്പർ കൃത്യമായിട്ട് ശ്രേയസ് ഫോളോ ചെയ്തു. മാത്സിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും വീക്കായിരുന്നു. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി എൻട്രി സഹായിച്ചു അല്ലേ? വീട്ടിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിന് ഈ സമയത്ത്? റിസൈൻ ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിൽ ഒരു വർഷം ഞാൻ ഇതിനായിട്ട് ഡെഡിക്കേഷൻ ചെയ്യാണെന്ന് പറഞ്ഞ് ഒരു വർഷം എനിക്ക് ടൈം തന്നിരുന്നു. ഓക്കെ. സൊസൈറ്റിയിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പബ്ലിക് ഫംഗ്ഷൻസിനൊക്കെ പോകുമായിരുന്നു? ഇല്ല, ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഫുള്ളി ഡെഡിക്കേഷൻ ഇത് തന്നെയായിരുന്നു. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾ കുറച്ചുകൂടെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇതായില്ലേ എന്നൊക്കെ പറയുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ? ചോദ്യങ്ങളും പരിഹാസങ്ങളും. അത് ഓവർകം ചെയ്യാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തു. ഈ മാത്സ് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രശ്നം വീക്ക്നെസ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്? എൻ്റെ ക്ലാസ്സുകളുണ്ട്. മോക്ക് ടെസ്റ്റ് ചെയ്യാറില്ല? ഡെയിലി ചെയ്യാണ്ട് മോക്ക് ടെസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മൾ എൻട്രി എന്ന് പറയാറില്ല, മോക്ക് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അത് ചെയ്തുകൊണ്ട് ഗുണം GTയില്ലേ? അപ്പോൾ ഒരു ദിവസം ഓരോ വീക്കിലി ആണോ ചെയ്യുക? എങ്ങനെയാണ് ചെയ്യുക? വീക്കിലും ചെയ്യാറുണ്ട്. പിന്നെ ഡെയിലി ഒരു ക്ലാസിന്റെ വയസ്സിൽ ഒരു എക്സാം ടെസ്റ്റ് ഉണ്ടല്ലോ, അതും ചെയ്യാറുണ്ട് അല്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് ഡെയിലി എന്തായാലും ഒരു മോക്ക് എൻട്രിന്റെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് അവിടെ അതേ ക്വസ്റ്റ്യൻസ് അവിടെ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. എൻട്രിയുടെ കുറച്ചുകൂടി ടൈറ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻസ്, പക്ഷേ അവിടെ എക്സാമിന് എത്തിയപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി തോന്നുന്നു. നമ്മൾ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പഠിപ്പിക്കുന്ന കുറച്ചുകൂടെ നമ്മളിപ്പോൾ പറയാറുണ്ട്, ഇപ്പോൾ 100 കിലോ ഭാരം തൂങ്ങുന്ന ഒരാൾക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 75 കിലോഗ്രാം തൂക്കമുള്ള സിമ്പിൾ ആണെന്നൊക്കെ പറയാറില്ലേ?
അതേപോലെ തന്നെ ഇവിടുന്ന് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ അവിടെ എക്സാമിന് പോകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നി. സിമ്പിളായിട്ട് തോന്നി അല്ലേ? പിന്നെ അതേപോലെ റീസണിങ് ആണെങ്കിലും ശില്പ മിസ്സൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. GK എങ്ങനെ പഠിച്ചു? GK പൊളൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും GK ആണെങ്കിലും ശ്യാം സാർ, അതേപോലെ പിന്നെ ഹിസ്റ്ററിൻ്റെ കാര്യത്തിലാണെങ്കിലും വിശ്വനാഥൻ സാറൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പാക്കിലും വരുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നാട്ടിലിപ്പോൾ കിട്ടുന്നൊരു എന്താണ് ഒരു എന്താ പറയുക, എല്ലാ ആളുകളിലേക്കും പോകുന്ന സമയത്ത് ജോബ് ആയി എന്നുള്ള പറയുമ്പോൾ എന്താണ് സന്തോഷം? ഇപ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ്. വീട്ടുകാർക്കൊക്കെ എന്താ പറയാനുള്ളത്? വീട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിമാനമാണ്. അന്ന് കുത്തുവാക്കുകൾ കൊണ്ട് പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആവുന്നില്ല. ഇനി ഇതുപോലെ എന്താ പറയുക, വർക്ക് ചെയ്ത് ഇനി ഓവർകം ചെയ്ത് കയറി വരാനുള്ള ഒരുപാട് ശ്രേയസ്മാർ ഇത് കേൾക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവരോട് നന്നായിട്ട് എഫേർട്ട് ഇടുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. എനിക്ക് കിട്ടില്ല, അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കിട്ടാതിരിക്കുമോ, നന്നായിട്ട് കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും അല്ലേ? നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, ശ്രേയസിനെ പോലെ വർക്ക് ചെയ്യുമെങ്കിൽ കൃത്യമായിട്ട് കിട്ടും. ശ്രേയസിന് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, കൃത്യമായിട്ട് ചെയ്തു. അപ്പോൾ ശ്രേയസിന് ഏറ്റവും വലിയ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ശ്രേയസിന് മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും വീക്കാണെന്ന് ശ്രേയസ് തന്നെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്തു. അത് ഓവർകം ചെയ്താലേ ജോലി കിട്ടുള്ളൂ എന്നുള്ളത് ശ്രേയസിന് മനസ്സിലായി അല്ലേ? അപ്പോൾ അതുകൊണ്ടല്ലേ അത് വർക്കൗട്ട് ചെയ്ത്. ഓക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് മുന്നോട്ട്, അതേപോലെ കൃത്യമായിട്ട് നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി, നമ്മുടെ പ്ലസ് എന്താണ് മൈനസ് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരണം അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇനി എന്താണ് വലിയ സ്വപ്നങ്ങൾ എന്താണ്? ഇനി ഇതിൽ തന്നെ ഒതുങ്ങി നിൽക്കാനാണോ, വേറെ ലിസ്റ്റിലുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയിട്ട് മുന്നോട്ട് പോകാനുള്ള നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ CPO ലിസ്റ്റിലുണ്ട്, അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരാനുണ്ട്. കേരള PSC കിട്ടിയിട്ടുണ്ട് അല്ലേ? കേരള PSCൻ്റെ. ഓക്കെ. പിന്നെ ഇനി ഫർദർ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ എൻട്രിയിൽ നിന്ന് ഇപ്പോൾ ക്ലാസ്സുകൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എൻട്രി സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എൻട്രി തുടർന്ന് പഠിക്കുമോ? എൻട്രിയിലെ തുടർന്ന് പഠിക്കുള്ളൂ. ഞാനിപ്പോൾ വേറെ ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചാലും ഞാൻ എൻട്രിയെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഈ ക്ലാസ് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. അപ്പോൾ നാട്ടിലെ ചെറുപ്പക്കാർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇപ്പോൾ സത്യം പറഞ്ഞ ശ്രേയസ് അല്ലേ? അപ്പോൾ ആ ഇൻസ്പിറേഷനിലേക്ക് എൻട്രിയുടെ ഒരു ചെറിയ എൻട്രി, നിങ്ങളുടെ മുഖത്ത് വിടർന്നൊരു ചെറിയ പുഞ്ചിരിക്ക് എൻട്രി കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ശ്രേയസിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ. BSF ഒരിക്കലും ഒരു ഇതല്ല, നമ്മൾ പറയാറില്ലേ, സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്ന് പറയാറില്ലേ? നമ്മൾ ആകാശം മുട്ട വളരണം, ഒരുപാട് സ്വപ്നങ്ങൾ കാണണം, ഒരുപാട് എന്താ പറയുക പോസ്റ്റുകളിലേക്ക്, നല്ല പോസ്റ്റുകൾ. ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല, ഞാൻ ഡിപ്ലോമയാണ്. ഇനി സൈഡിലൂടെ എന്ത് ചെയ്യണം? ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. തുടർന്നുള്ള ജീവിതത്തിൽ വലിയ പോസ്റ്റുകളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും, എൻട്രിയുടെ ടോട്ടൽ ടീമിൻ്റെ വക എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് സർ. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ശ്രേയസ്മാരുടെ കഥയുമായി ഈ ആളുകൾക്ക് ഇനി എന്തൊരു എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആവാൻ ഇനിയും ശ്രേയസ്മാരുണ്ടാവട്ടെ. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രേയസിനെ പോലെ നമുക്കും ആ ഒരു ഡ്രീം പോസ്റ്റിലേക്ക് എത്താം. അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.